എൻ്റെ പൊന്നെ, ഞാനും ഹസ്ബൻഡും കൂടി ആലപ്പുഴയ്ക്കൊന്ന് പോയി. കേരള ഗവൺമെൻറ്റിൻ്റെ വേഗ 2 ടൂറിന് പോയി. ഒരു ദിവസം മുഴുവനും ഒരു എയർ കണ്ടീഷൻ ബോട്ടിൽ യാത്ര ചെയ്ത് ആലപ്പുഴയുടെ അപാര ഭംഗി കണ്ട് ശരിക്കും കണ്ണു തള്ളിപ്പോയി. അതോ വെറും തുച്ഛമായ ചെലവിൽ. വാസ്തവം പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും കൂടി ക്വയറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആലപ്പുഴയ്ക്ക് പോയത്. ഇവിടെ റൂമൊക്കെ പെയിൻറ്റ് ചെയ്തപ്പോൾ ആ പെയിൻറ്റിൻ്റെ മണമൊക്കെ മാറട്ടെ എന്ന് കരുതിയാണ്, 2 ദിവസം മാറി നിൽക്കാമെന്ന് കരുതിയാണ് ആലപ്പുഴയ്ക്ക് പോയത്. ആലപ്പുഴയാണെങ്കിൽ ഇവിടെ നിന്നും വളരെ അടുത്ത സ്ഥലവുമാണ്. അങ്ങനെ ആലപ്പുഴയിൽ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ വേഗ 2 ടൂർ കണ്ടു. ഒരു ദിവസം മുഴുവനും എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ നേരം എയർ കണ്ടീഷൻ ബോട്ടിൽ ആലപ്പുഴ, പാതിരാമണൽ, കുമരകം, കുട്ടനാട് കറങ്ങി തിരിച്ച് ആലപ്പുഴയിലെത്തും. ആലപ്പുഴയിൽ കുറേ പ്രാവശ്യം ഞങ്ങൾ ബോട്ട് യാത്രയും ഷിക്കാരായിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പാതിരാമണൽ കണ്ടിട്ടില്ലായിരുന്നതിനാലും എയർ കണ്ടീഷൻഡ് ബോട്ടിലായതിനാലും ഒന്നുകൂടി വേമ്പനാട്ടിൻ്റെ വിരിമാറിലൂടെ കായൽ ഭംഗിയും ആലപ്പുഴയുടെ ഗ്രാമീണ ഭംഗിയുമൊക്കെ ഒന്നുകൂടി ആസ്വദിക്കാമെന്ന് കരുതിയാണ് വേഗ 2-ൽ പോകാൻ സീറ്റ് ബുക്ക് ചെയ്തത്. എൻ്റെ പൊന്നെ, ഒരു അതിശയോക്തിയല്ല കേട്ടോ. ഈ യാത്ര കഴിഞ്ഞപ്പോൾ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് തന്നെ എന്ന് ഞങ്ങളും പറഞ്ഞു. കേരള ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന സർവീസാണ് ഈ വേഗ ബോട്ട് സർവീസ്. വളരെ സുന്ദരമായതും ലക്ഷൂറിയസ് ആയതുമായ ഒരു ഉഗ്രൻ ബോട്ടാണ് ഈ വേഗ 2. ഇതിനകത്ത് നോൺ എ സിയും എ സി ക്യാബിനും ഉണ്ട്. എ സി ക്യാബിന് 40 സീറ്റും നോൺ എ സി ക്യാബിന് 80 സീറ്റുമാണുള്ളത്. സീറ്റൊക്കെ റിക്ലൈൻ ചെയ്യാവുന്നതുപോലെ കംഫർട്ടബിൾ സീറ്റ്സാണ്. എ സി ക്യാബിന് 600 രൂപയും നോൺ എ സിക്ക് 400 രൂപയുമാണ് ചാർജ്. നമ്മളൊരു ഹൗസ് ബോട്ട് റെൻറ്റ് ചെയ്യണമെങ്കിൽ പോലും കുറഞ്ഞത് 15,000 രൂപ കൊടുക്കണം. ഒരു ദിവസം ഷിക്കാര റൈഡ് ആണെങ്കിലും ഒരു 2,000 രൂപയെങ്കിലും കൊടുത്താൽ മാത്രമേ ഒരു 2 മണിക്കൂർ നേരത്തേന് ആ കായലിൽ കൂടി ഒന്ന് കറങ്ങാൻ സാധിക്കത്തുള്ളൂ. അതോ കുറച്ച് ഭാഗം മാത്രമേ കാണാനും സാധിക്കത്തുള്ളൂ. അതുപോലെ വേഗ 2-ലാണെങ്കിൽ നല്ലൊരു ബാത്റൂമും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 5 മണിക്കൂർ നേരം ആ ബോട്ടിലിരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആ ബാത്റൂം ആണെങ്കിൽ നല്ല ക്ലീനായ ഒരു ബാത്റൂം. ഇതിലെല്ലാം ഉപരിയായി പറയേണ്ട ഒരു കാര്യമാണ് ഇതിലെ ജോലിക്കാർ. ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള അറ്റൻഡേഴ്സിനെ ഞാൻ നല്ലപ്പം കാണുവാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനെ ബോട്ടിൽ കയറാനും ഇറങ്ങാനും ഒക്കെ അവർ സഹായിച്ചു. അതുപോലെ ഈ ട്രിപ്പിനും വടിയും കുത്തി വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെ എല്ലാവരെയും ഇവർ സഹായിച്ചെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബോട്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ആലപ്പുഴയെപ്പറ്റിയും കുമരകം, പാതിരാമണൽ, കുട്ടനാടിനെ പറ്റിയും എല്ലാം നല്ല സുന്ദരമായ ഒരു വിവരണവും നൽകി. അതുകൊണ്ട് നമ്മൾക്ക് ബോട്ടിൽ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിനൊക്കെ ഒരു അർത്ഥം കണ്ടു. അതുപോലെ തന്നെ അത് ഭയങ്കരമായിട്ട് ഉത്സാഹം ജനിപ്പിക്കുകയും ചെയ്തു. എനിവേ, കേരള ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ചെയ്യുകയാണ് ഇത്രയും നന്നായി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിന്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ സി ക്യാബിൻ എടുക്കേണ്ട വലിയ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കാരണം ബോട്ട് അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോൾ മുതൽ എല്ലാവരും ബോട്ടിൻ്റെ ഫ്രണ്ട് ഡെക്കിലും ബാക്ക് ഡെക്കിലും ഒക്കെ ഇറങ്ങി നിൽക്കുകയാണ്. കാരണം ഈ കായലിൻ്റെയും ഈ ഗ്രാമീണതയും ഒക്കെ ഈ ഗ്രാമീണ ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ നമ്മൾ തന്നെത്താനെ ഇറങ്ങിപ്പോവും. പക്ഷേ നല്ല ചൂടുള്ള ദിവസമാണെങ്കിൽ എ സി റൂം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എനിവേ, ഞങ്ങൾ എ സി റൂം എടുത്തതിന് നഷ്ടമൊന്നും തോന്നിയില്ല. അങ്ങനെ കുട്ടനാടിൻ്റെ സൗന്ദര്യവും കനാലുകളുടെ മനോഹരിതയും ഒക്കെ ആസ്വദിക്കാനായിട്ട് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ഞങ്ങളൊരു ബോട്ട് യാത്ര നടത്തി. രാവിലെ 11 മണിക്ക് തന്നെ ബോട്ട് നീങ്ങി തുടങ്ങി. പുന്നമട കായലിലൂടെയാണ് യാത്ര തുടങ്ങിയത്. ഈ പുന്നമട കായലിൽ ലോകപ്രസിദ്ധമായത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി, പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടെയാണ് നടക്കുന്നത്. പിന്നെ കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുകളുള്ള ടെർമിനലും ഇതുതന്നെയാണ്. ഈ സൈഡിലോട്ട് നോക്കിയാൽ അറിയാം എന്തുമാത്രം ഹൗസ് ബോട്ടുകളാണ് ഇങ്ങനെ അങ്ങ് കിടക്കുന്നതെന്ന്. അങ്ങനെ പുന്നമട കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടങ്ങ് നീണ്ട് പരന്ന് കിടക്കുകയാണ് ഈ വേമ്പനാട്ട് കായൽ. അങ്ങനെ വേമ്പനാട്ട് കായലിൻ്റെ വിരിമാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇറങ്ങി നിന്ന് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കാമെന്ന്. എല്ലാവരും ഉടനെ ചാടി ഇറങ്ങി. ആ ബോട്ടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ടൈറ്റാനിക്കിൽ റോസും ജായ്ക്കും നിൽക്കുന്നത് പോലെയൊക്കെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അധികം സ്ഥലമില്ലായിരുന്നു ഫ്രണ്ടിൽ, പക്ഷേ ആളുകൾക്ക് നിൽക്കാനും വേണ്ടി ഒരു സെൽഫി എടുക്കാനും വേണ്ടിയുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ നിൽക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ പോലും നല്ല തണുത്ത മന്ദമാരുതൻ്റെ തലോടലിൽ ചൂടും അനുഭവിച്ചില്ലെന്നുള്ളതാണ് വാസ്തവം. വേമ്പനാട്ട് കായലിന് നടുവിൽ ഏകദേശം 50 ഏക്കർ വിസ്തീർണത്തിൽ വലിയ വൃക്ഷങ്ങളും വള്ളിക്കാടുകളും പഞ്ചസാര മണലുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പാതിരാമണൽ.
ഞങ്ങളുടെ ബോട്ട് അവിടെ നിർത്തി. പണ്ട് മുതലേ പാതിരാമണലിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഇന്നാണത് സാധിക്കുന്നത്. ഞാനും ഹസ്ബൻഡും അവിടെ ഇറങ്ങി. ഇതിനകത്തെ ജോലിക്കാർ ഹസ്ബൻഡിനെ ശരിക്കും കയ്യും പിടിച്ച് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങാനും കയറാനും എല്ലാം സഹായിച്ചു കേട്ടോ. ഹസ്ബൻഡ് ആദ്യം കണ്ട ബെഞ്ചിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. പുള്ളിക്കാരൻ കൂട്ടുകാരെയൊക്കെ കിട്ടി. ഞാൻ ആ ദ്വീപിൻ്റെ അങ്ങേയറ്റം വരെ നടന്നു. ഇവിടെ കൂറ്റൻ മരങ്ങളും വള്ളിക്കാടുകളും ഇടയ്ക്കിടയ്ക്ക് ചതുപ്പിടങ്ങളുമായി മനോഹരമായ ഒരു ഐലൻഡാണ്. ഇതേ ഒന്ന് നോക്കിക്കേ, ഈ വൃക്ഷശിഖരങ്ങളും അതുപോലെ തന്നെ കുറ്റിക്കാടുകളും അതിൻ്റെ വിവിധ ഷെയ്ഡുകളും ഒക്കെ ആയിട്ട് എന്നാ ഭംഗിയാണെന്ന്. ശരിക്കും ഇവിടെ വന്നിരുന്നാൽ നമ്മൾക്ക് ഒരു ദിവസം ചിലവഴിക്കാൻ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങോട്ട് കയറുമ്പം തന്നെ ഇവിടെ വലിയൊരു മരത്തിൻ്റെ മുകളിൽ ട്രീ ഹൗസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കയറാനായിട്ട് വലിയ ഏണിയും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഊഞ്ഞാലുകളും കണ്ടു. പിന്നെ നടന്നു പോകാനായിട്ട് നല്ലൊരു പാതയും ഉണ്ടായിരുന്നു. ഈ ദ്വീപിൻ്റെ അങ്ങേറ്റത്തെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളുമായോ കൂട്ടുകാരുമായോ ഒക്കെ ഇവിടെ വന്നാൽ ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കാൻ നല്ലതായിരിക്കും. പാതിരാമണൽ ടൂർ കഴിഞ്ഞപ്പോൾ കുടുംബശ്രീകൾ നടത്തിയ ലഞ്ചും കഴിച്ചു. നല്ല കരിമീൻ വറുത്തതും കൂട്ടിയുള്ള ഒരു ഉഗ്രൻ മീൽസ് തന്നെയാണ് കിട്ടിയത് കേട്ടോ. അതിനുശേഷം കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറേ ഓരവും വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കേ അറ്റവും ചേരുന്നിടത്താണ് കുമരകം എന്ന ടൂറിസ്റ്റ് സെൻറ്റർ. ഇത് അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ അഹങ്കാര ടൂറിസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കുമരകം റിസോർട്ടുകളുടെ ഒരു പർദീസയാണ്. ഇവിടെ താജും റാഡിസൺ, സൂരി, കസീനോ മുതലായ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഉൾപ്പെടെയുള്ള വലുതും ചെറുതുമായ ഏകദേശം 30-ലധികം റിസോർട്ടുകളാണ് കുമരകത്തെ ലോകപ്രസിദ്ധമാക്കുന്നത്. ഒരു ദിവസം ഏകദേശം 35,000 മുതൽ 55,000 വരെ രൂപയാണ് ദിവസത്തെ റേറ്റ് ഈ റിസോർട്ടിലൊന്ന് താമസിക്കണമെങ്കിൽ. പക്ഷേ അവിടെ റൂം കിട്ടാനൊക്കെ വളരെ പാടുമാണ്. അങ്ങനെ ഞങ്ങൾ ഈ വേമ്പനാട്ട് കായലിൻ്റെ വിരിമാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ റിസോർട്ടുകളുടെ ഒരു ചെറിയ ദർശനവും സാധ്യമായി. എൻ്റെ പൊന്നെ, അതിനുശേഷം പോയത് കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്തു കൂടിയാണ്. യൂറോപ്പിലെ ഹോളണ്ട് രാജ്യം കഴിഞ്ഞാൽ സീ ലെവലിന് താഴെ കൃഷി ചെയ്യുന്ന അത്ഭുതങ്ങളുടെ അത്ഭുതമായ പ്രദേശമാണ് ഈ കുട്ടനാട്. കേരളത്തിന് നെല്ലറയാണ് കുട്ടനാട് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് നിങ്ങൾ നോക്കിക്കേ, ഈ കായലിന് താഴെയാണ് കുട്ടനാടിലെ പാടശേഖരം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിഷമം തോന്നുന്നില്ലേ? ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം, വെള്ളം ആ കായലിന് മുകളിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതുപോലെ ആയിരക്കണക്കിന് ഏക്കറുകളുള്ള കുട്ടനാടിലെ പ്രധാന നെൽപ്പാടങ്ങളായ റാണി, ചിത്തിര, മാർത്താണ്ഡം, ആയിരപ്പറ തുടങ്ങിയ നെൽപ്പാടങ്ങളും വിവിധ കൃഷിരീതികളും കാണാൻ സാധിച്ചു. വാവ്, വണ്ടർഫുൾ. കോട്ടയത്തെ വീടുകളുടെയൊക്കെ മുൻപിൽ ഒരു കാറ് കിടക്കുമ്പോൾ കുട്ടനാട്ടിലെ വീടുകളുടെ മുമ്പിൽ ഒരു ചെറിയ വള്ളം അല്ലെങ്കിൽ തോണിയായിരിക്കും അവരുടെ വീടിന് മുൻപിൽ കിടക്കുന്നത്. മിക്കവാറും എല്ലാവരുടെ വീടിന് മുന്നിലും ഒരു വള്ളം അല്ലെങ്കിൽ ഒരു ബോട്ട് കിടപ്പുണ്ടായിരുന്നു. കാരണം ജലഗതാഗതമാണ് ഇവിടെ കൂടുതലുമുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ കയറുന്ന പമ്പാ നദിയിലോട്ടാണ്. അതിലൂടെ യാത്ര ചെയ്ത് ഏകദേശം ഒരു 4 മണിയായപ്പോൾ ആലപ്പുഴയിൽ തിരിച്ചെത്തി. അങ്ങനെ ഈ ബോട്ട് യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങളും പറഞ്ഞു ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് തന്നെ. ഒരു കാര്യം കൂടി ഉണ്ട്, വേഗ ടൂറിന് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം 120 സീറ്റേ ഉള്ളൂ അതിനകത്ത്, അതുകൊണ്ടാണ്. അങ്ങനെ ആലപ്പുഴ കാണാൻ ഇതിലും ബെസ്റ്റായ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും കാണും വരെ ബായ്.